ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള പൊതു ശീർഷകത്ത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുവരികയാണല്ലോ ഈ ഒരു പ്രബോധന പരമ്പരയിൽ. അതിൻ്റെ 70ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തലമുറകളുടെ ദുസ്വാധീനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ മേൽ നരകരാജ്യത്തിൻ്റെ സ്വാധീനം കടന്നു വന്നു. അത് 4 മേഖലകളിലാണ് പ്രധാനമായിട്ടും കയറിക്കിടക്കുക നമ്മൾ സൂചിപ്പിച്ചു. പക്ഷെ ആ കയറിക്കിടക്കുന്ന സ്വാധീന തലങ്ങൾ, അതിൻ്റെ അപജയങ്ങൾ, ദുസ്വാധീനം, ദുരന്തങ്ങൾ പിൻ തലമുറകളിലേക്കെല്ലാം കടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം ആയിട്ട് നിൽക്കുന്നത്. അത് എന്തുമാത്രം രൂക്ഷമായിട്ട് വരാമെന്നതിനെക്കുറിച്ച് ചില സൂചനകൾ, ഏതാനും അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി. അല്പം അവിശ്വസനീയമായ ഞടുക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പങ്കുവെച്ചതിനകത്ത്. അത് പക്ഷേ എനിക്ക് നല്ല ബോധ്യപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തുറന്ന് അങ്ങനെ പങ്കുവെച്ചത്. ഇത് നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് ഉള്ള സഭയുടെ പ്രബോധനം, അതുപോലെ വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് പടിപടിയായിട്ട് നിരീക്ഷിക്കണം. ഇത് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. മതബോധന ഗ്രന്ഥത്തിൽ 396 മുതലുള്ള ഖണ്ഡികളിലാണ് ഉത്ഭവപാപത്തെക്കുറിച്ച് പരാമർശം നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് തന്നെ 388 മുതൽ അതിന് പശ്ചാത്തലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്: ഉത്ഭവപാപം കാതലായ ഒരു വിശ്വാസ സത്യം. ഈ ഉത്ഭവപാപം എന്ന് പറയുന്നത് പലർക്കും ചിന്തിക്കാൻ അത്ര സന്തോഷമുള്ള കാര്യമല്ല. അല്ല, ചില തിയോളജിനിസ്റ്റൊക്കെ അതിനെ അവഗണിച്ച് മാറ്റിവെച്ച് അങ്ങനത്തെ ഒരു സ്വാധീനമേ ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വാദഗതി കുറേയൊക്കെ ഉണ്ട്. നമ്മളതേപ്പറ്റി മുൻ സെഷനിൽ വന്ന് സൂചിപ്പിച്ചതാണ്. സിറോ മലബാർ സഭയുടെ ഡോക്ടറിനെ കമ്മീഷൻ്റെ ഒരു പ്രബോധനം വെച്ചുകൊണ്ടും അതേപ്പറ്റി നമ്മൾ ചിന്തിച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ CCCക്കകത്ത് കൃത്യമായിട്ട് പറയുകയാണ് ഉത്ഭവപാപം കാതലായ ഒരു വിശ്വാസത്യമാണ്. എന്നിട്ട് അവിടെ കുറിച്ച് പറയുകയാണ് 389ാമത്തെ ഖണ്ഡികയിൽ, യേശു സർവ്വ മനുഷ്യരുടെ രക്ഷകനാണ്, എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്, ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. ഇതൊരു വലിയ സദ്വാർത്തയാണ്. ബെത്ലഹേമിലെ മാലാഖമാർ ഇടയന്മാരെ രാത്രിയിൽ വിളിച്ചുണർത്തി അറിയിച്ച സദ്വാർത്ത സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അത് യഹൂദർക്ക് മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി, മനുഷ്യർക്ക് മുഴുവൻ വേണ്ടി രക്ഷകനാണ്. അപ്പോൾ ഈശോ എല്ലാ മനുഷ്യരും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. കാരണം എല്ലാവർക്കും ഒരു നരകരാജ്യ അവസ്ഥയിൽ പെട്ടുപോയതിൻ്റെ നിസ്സഹായത എല്ലാവരുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതിനെ പരിഹരിക്കാനായിട്ട് ഓരോരുത്തർ ഓരോ രീതി നോക്കുന്നതാണ്, ഓരോ മതങ്ങളുടെ ഓരോ ആത്മീയ ചിട്ടകളും കാര്യങ്ങളും എല്ലാം. പക്ഷെ ആത്യന്തികമായ യഥാർത്ഥമായ സമ്പൂർണ്ണമായ വിടുതലിൻ്റെ മാർഗം ഈശ്വരോട് നമുക്ക് കിട്ടിയിരിക്കുന്നതായ രക്ഷയിലേക്ക് പങ്കുചേരുക എന്നുള്ളതാണ്. സഭ പഠിപ്പിക്കുകയാണ്. ഈ സദ്വാർത്ത, ഈശോയുടെ രക്ഷ എന്ന സദ്വാർത്തയുടെ മറുവശമാണ് ഉത്ഭവപാപത്തെ സംബന്ധിക്കുന്ന പ്രബോധനം എന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ മറുവശമാണ് നരകരാജ്യ യാഥാർത്ഥ്യം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഈശോ പ്രസംഗിക്കുമ്പോൾ നമ്മൾ മുൻ സെഷൻ കണ്ടിട്ടുണ്ട്. സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ദൈവരാജ്യം അല്ല നിലവിലുള്ളത്, പ്രാബല്യത്തിലുള്ളതെന്നല്ല അർത്ഥം. അങ്ങയുടെ രാജ്യം വരണമേയും നമ്മളെ കൊണ്ട് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പ്രാർത്ഥിപ്പിക്കുമ്പം അങ്ങയുടെ രാജ്യം ഇപ്പോൾ നിലവിലില്ല എന്നല്ലേ അർത്ഥം. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പം ദൈവത്തിൻ്റെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ പലപ്പോഴും നടക്കുന്നേ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം രക്ഷാകര സംഭവത്തിന് മുഴുവൻ മറുവശത്ത് നിൽക്കുന്നത് ഉത്ഭവപാപത്തെ സംബന്ധിക്കുന്ന പ്രബോധനമാണെന്ന് പറയുകയാണ്. ഉത്ഭവപാപം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യ മാതാപിതാക്കളെ പിശാച് വഞ്ചനയിലേക്ക് പെടുത്തിയ ആ സംഭവമാണ്. തൊട്ട് താഴെ 391ാമത്തെ ഖണ്ഡികയിൽ അതേപ്പറ്റി പറയുകയാണ്.
ദൈവഹിതത്തിനെതിരായി നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെടുത്ത തീരുമാനത്തിന് പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം, അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയ കലുഷിതമായൊരു സ്വരം പതിയിരിക്കുന്നു. ഒരു സ്വരം, സർപ്പത്തിൻ്റെ സ്വരമാണ്. 3 വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തെ നിപതിച്ച മാലാഖയായി തിരിച്ചറിയുന്നു. സാത്താൻ, പിശാച് എന്നീ പേരുകളിൽ അവൻ അറിയപ്പെടുന്നു. വെളിപാട് 12 സാത്താനെന്നും പിശാചും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം, പ്രദേശത്തിൽ കടന്നു വന്ന് വഞ്ചിക്കുന്ന പുരാതന സർപ്പം. അപ്പോൾ ആ സർപ്പത്തിൻ്റെ, പിശാചിൻ്റെ ഇടപെടൽ വഴി ആദ്യത്തെ പാപമുണ്ടാകുന്നത്. ആ പാപത്തിൻ്റെ, അതാണ് ഉത്ഭവ പാപത്തിൻ്റെ അടിസ്ഥാന സംഭവം. അപ്പം ഈ ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവത്തിൻ്റെ മറുവശമാണ് ഉത്ഭവ പാപം സംബന്ധിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ പ്രബോധനം, സഭയുടെ പ്രബോധനവും. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. എന്നിട്ട് വീണ്ടും അടുത്ത വാക്യം 389 കണിക സഭ ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തു രഹസ്യത്തെ വികലമാക്കിക്കൊണ്ട് മാത്രമേ ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള വെളിപാടിനെ അനുചിതമായി തിരുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള സഭയ്ക്ക് വളരെ നന്നായി അറിയാം. ഇതിലിപ്പോൾ നെഗറ്റീവായുള്ളൊരു കമൻറ്റ് പോലെയാണ്. നെഗറ്റീവായ കാര്യം പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് കാര്യം പറയുകയാണ്. ഈ ഉത്ഭവപാപത്തെ സംബന്ധിക്കുന്ന ആ വെളിപാടിനെ തിരുത്തണമെന്ന ചിന്ത അനേക ദൈവശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. കാരണം സാത്താനുണ്ട്, പിശാചുണ്ട് എന്ന് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത കുറേ അധികം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് സാത്താനെ പറ്റി ചിന്തിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ചിന്തിക്കാൻ മനസ്സില്ല, ബോധ്യമില്ല. അതൊക്കെ ചെറിയ പഴങ്കഥകളാണ്, മിത്തുകളാണ്, പുരാണങ്ങളാണ്. അന്നത്തെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ കുറിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം. അങ്ങനെ പിശാചിനെ സാത്താനെയും നോ പറഞ്ഞ് ഇല്ലെന്നാക്കി ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം ഒരു വിഷയം, ഇത് ഉത്ഭവപാപത്തിൻ്റെ പ്രബോധനം കിടക്കും. ആദ്യം അതൊക്കെ ഒരു പാപം ചെയ്തു. ആ പാപത്തിൻ്റെ പുറകിൽ സാത്താൻ്റെ സ്വരമുണ്ട്. അതിന് ഫലമായിട്ടാണ് പാപം ഉണ്ടായത്. ആ പാപത്തിൻ്റെ ബാക്കിയാണ് ഈ ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനം ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് സാത്താനെ മാത്രമായിട്ട് വെട്ടിക്കളയാൻ പറ്റുന്നില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് വിഷയം. അപ്പം ഈ ഒരു ചിന്ത ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടുമാണ് സഭ ഈ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയപ്പോൾ ഈ ഒരു വാക്യം ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇങ്ങനെയുള്ള ഈ ഒരു മനോഭാവം, സാത്താനും പിശാചും ഒന്നും ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത, അതേക്കുറിച്ച് സഭയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രബോധനം നൽകുമ്പോൾ CCCയിലെ സഭ ഇങ്ങനെ ഒരു പരാമർശനം ചേർത്തിരിക്കുന്ന അല്പം വളച്ചു കിട്ടിയ സൂചിപ്പിച്ചത്. എന്താണ്? ക്രിസ്തു രഹസ്യത്തെ വികലമാക്കിക്കൊണ്ട് മാത്രമേ ഉത്ഭവത്തെക്കുറിച്ചുള്ള വെളിപാടിനെ തിരുത്താൻ, അത് അനുചിതമായി തിരുത്താൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള സഭയ്ക്ക് നന്നായി അറിയാം. ആ സെൻറ്റൻസിൻ്റെ ഒരു സങ്കീർണത വ്യക്തമാണല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ സങ്കീർണത വരാനുള്ള കാരണം അച്ഛൻ സൂചിപ്പിച്ചത്, ഈ പിശാചിനെ ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് ചിന്തിക്കുന്ന അനേകരുണ്ട്, പിശാചിനെ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഉത്ഭവം കളയണം. ഉത്ഭവം കളഞ്ഞാൽ പിന്നെ ക്രിസ്തു രഹസ്യം എന്തിനാ, രക്ഷകൻ എന്തിനാ വാഗ്ദാനം ചെയ്ത് പറയാൻ പറ്റിയല്ല. കാരണം പാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രക്ഷക വാഗ്ദാനം വരുന്നത്. ഉൽപ്പത്തി 3:15 പ്രോട്ടോ ഏവൻഗേലിയോൻ. അപ്പോൾ അത് അവൾ കളയേണ്ടി വരും. അത് കളഞ്ഞാൽ പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് അർത്ഥമില്ല. അപ്പോൾ എല്ലാം തെറ്റും. അപ്പം അതുകൊണ്ടാണ് ക്രിസ്തു രഹസ്യത്തെ മൊത്തത്തിൽ വികലമാക്കിക്കൊണ്ട് മാത്രമേ ഇവിടെ തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ സഭ പഠിപ്പിക്കുകയാണ്, ഉത്ഭവപാപം എന്ന് പറയുന്ന കാതലായൊരു വിശ്വാസ സത്യമാണ്. അത് നമുക്ക് ക്രൈസ്തവർക്ക് അത് അടിസ്ഥാനപരമാണ്, കാതലായിട്ടുള്ള സത്യമാണ്. അതുപോലെ തന്നെ യഹൂദർക്കും അങ്ങനെ തന്നെയാണ്. അവർ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നത് ഈ ഒരു ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പറയാണ്. അപ്പോൾ ഇത് തിരുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സഭ ഈ ഒരു പാപത്തിലേക്ക് കടന്നു വരുന്നത്, ഉത്ഭവപാപത്തിൽ വരുന്നത്. മുന്നോട്ട് വരുമ്പോൾ ആദ്യ പാപം ഇങ്ങനെ ആദ്യ മാതാപിതാക്കൾ സർപ്പത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോയി.
ആ അധപതിച്ച അവസ്ഥയിൽ വന്ന 4 മേഖല അപചയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ CCC 404-ാമത്തെ ഖണ്ഡികയിൽ എങ്ങനെയാണ് ഈ ഒരു വ്യക്തി ചെയ്ത പാപം, അല്ലെ ആദ്യം മാതാപിതാക്കൾ ചെയ്ത പാപം ഈ എല്ലാവരുടെയും പാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപചയമായിട്ട് ഭവിച്ചത് എന്നുള്ളതിനെ വിശകലനം ചെയ്യുകയാണ് 404-ാമത്തെ ഖണ്ഡികയിൽ. ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്? അതേപറ്റി വ്യാഖ്യാനിക്കുമ്പോൾ സഭ ഇങ്ങനെ പറയുകയാണ്: ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി സർവ്വരും ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുകാരായതുപോലെ. എന്നിരുന്നാലും ഉത്ഭവപാപത്തിൻ്റെ സംക്രമണം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനാകാത്തൊരു രഹസ്യമാണ്. എങ്കിലും ആദം ഉത്ഭവവിശുദ്ധിയും നീതിയും സ്വീകരിച്ച് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പ്രത്യുത മനുഷ്യപ്രകൃതിക്ക് മുഴുവൻ വേണ്ടി ആയിരുന്നു എന്ന് വെളിപാടോട് നാം അറിയുന്നു. എന്നുവെച്ചാൽ ആദത്തിന് കിട്ടിയ കൃപകൾ ആദത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ മക്കൾക്കും മനുഷ്യർക്കും മുഴുവൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഉദാഹരണം മുൻ സെഷനിൽ പറഞ്ഞപ്പോൾ ഒരു വല്യപ്പൻ 40 ഏക്കറുള്ള മനുഷ്യൻ തൻ്റെ 4 മക്കൾക്ക് 10 ഏക്കർ വെച്ച് വീതം വെച്ച് കൊടുത്തു. ആ 10 ഏക്കർ വെച്ച് വീതം വെച്ച് കൊടുത്തത് ആ 4 പേർക്ക് മാത്രമായിട്ട് ജീവിച്ച് തീർത്ത് കളയാൻ വേണ്ടി അല്ല, അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കരുത്തായി വരാൻ വേണ്ടി കൂടിയാണ് ഈ അപ്പൂപ്പൻ ആ 10 ഏക്കർ വെച്ച് വീതം വെച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ മക്കളൊരാൾ തൂർത്തരച്ച് കളഞ്ഞപ്പോൾ അവരുടെ മക്കൾക്ക് ദാരിദ്ര്യം ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ ആദത്തിന് ഹവ്വയ്ക്കും ആദ്യ മാതാപിതാക്കൾക്ക് സർവശക്തനായ ദൈവം സൃഷ്ടിയുടെ അവസരത്തിൽ കൊടുത്തതായ ദൈവികമായ ഛായ, സാദൃശ്യം, എല്ലാ കൃപാവരത്തിൻ്റെ നിറവ്, പ്രസാദപര പൂർണ്ണത, വിശുദ്ധിയുടെ നിറവ്, ഇത് മുഴുവനും ആ 2 വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അത് അവരുടെ മക്കളായിട്ട് ഭൂമിയിൽ ജനിച്ചു വരാൻ പോകുന്ന സകലർക്കും വേണ്ടിയിട്ട് അവരിൽ നിക്ഷേപിച്ച് അവർക്ക് കൊടുത്ത പൂർണ്ണതയാണ്. അവിടെയാണ് സഭ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പം അവിടെ മക്കൾക്ക് കിട്ടാതെ പോയത്. തുടർന്ന് സഭ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്: ആദം ഉത്ഭവവിശുദ്ധിയും നീതിയും സ്വീകരിച്ചത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പ്രത്യുത മനുഷ്യപ്രകൃതിക്ക് മുഴുവനും വേണ്ടി ആയിരുന്നു. പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക നിമിത്തം ആദവും ഹവ്വയും വ്യക്തിപരമായ ഒരു പാപം ചെയ്തു. വ്യക്തിപരമായ പാപം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. ഒരു പാപം വ്യക്തിപരമായി സംഭവിക്കുമ്പോൾ ഉത്തരവാദിത്വം വ്യക്തികൾക്കാണ്. അറിവോടെ സമ്മതത്തോടെ പ്രമാണം ലംഘിക്കുന്നതാണ് ഒരു വ്യക്തിപരമായ പാപം. എസെക്കിയേൽ 18 നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യൻ പച്ചമന്തിരിങ്ങ തിന്നാൽ അങ്ങനെ മാത്രം പല്ല് പൊളിച്ചാൽ മതി, മക്കളുടെ പല്ല് പൊളിക്കുകയല്ല എന്ന് പറയും. വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വം ആദത്തിന് ഹവ്വയ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു പാപം ചെയ്തപ്പം അതിൻ്റെ ഒരു പാപത്തിൻ്റെ ഉത്തരം കൊടുക്കാനുള്ള ചുമതല മക്കൾക്കില്ല, പാപ കടമില്ല. അപ്പോൾ അത് വ്യക്തിപരമായ പാപമാണ് ചെയ്തത്. ഈ പാപം പക്ഷേ അവരുടെ മനുഷ്യ പ്രകൃതിയെ ബാധിച്ചു, അപചയിപ്പിച്ചു. ഈ അധപതിച്ച പ്രകൃതിയാണ് ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ നിബന്ധിച്ച അവസ്ഥയിൽ പിൻതലമുറകളിലേക്ക് സംക്രമിപ്പിക്കേണ്ടിയിരുന്നത്. പ്രജനനത്തിലൂടെ, അതായത് ഉത്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത്. പ്രജനനത്തിലൂടെ, മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിലൂടെ. അപ്പം തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന ഈ ഒരു അധപതിച്ച മനുഷ്യപ്രകൃതിയുടെ അവസ്ഥ ആണിവിടെ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രജനനത്തിലൂടെ, അതായത് ഉത്ഭവവിശുദ്ധി നീതി നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത്. തന്മൂലം സാധർമ്മിക അർത്ഥത്തിൽ മാത്രമാണ് ഉത്ഭവ പാപത്തെ പാപമെന്ന് വിളിക്കുന്നത്. പാപം എന്നുള്ള ഇൻവേർട്ടഡ് കോമാസിൽ കൊടുത്തിരിക്കുകയാണ്. പാപം എന്ന് വിളിക്കുന്നത് പ്രവർത്തിച്ച ഇൻവേർട്ടഡ് കോമാസിലാണ് പാപം അല്ലാതെ. പ്രത്യുത ഇൻവേർട്ടഡ് കോമാസ് വീണ്ടും പകർന്ന് കിട്ടിയ പാപമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ശരിക്കുള്ള പാപമല്ല. മക്കളാരും ഈ പാപം ചെയ്തിട്ടില്ല. പകർന്ന് കിട്ടിയ പാപം. ആ പാപം പകർന്ന് കിട്ടാൻ പറ്റുമോ? ചെയ്ത ആൾക്കല്ലേ ഉത്തരവാദിത്തമുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ ഇത്? സഭയെ വിശദീകരിക്കാനും ഇതൊരു അവസ്ഥാവിശേഷമാണ്, പ്രവൃത്തിയല്ല. ഇത് മക്കളാരെങ്കിലും ചെയ്തൊരു പാപത്തിൻ്റെ പ്രവൃത്തിയല്ല, മറിച്ചൊരു അവസ്ഥാവിശേഷമാണ്. വീണ്ടും സഭ വിശദീകരിക്കുകയാണ് 405-ാമത്തെ ഖണ്ഡികയിൽ. ഉത്ഭവ പാപം ഓരോ വ്യക്തിക്കുമുള്ളതാണ് എങ്കിലും ആദത്തിൻ്റെ പിൻഗാമികളിൽ ആരിലും അതിന് വ്യക്തിപരമായ ഒരു തെറ്റിൻ്റെ സ്വഭാവമില്ല.
വ്യക്തിപരമായ തെറ്റിൻ്റെ സ്വഭാവമില്ല. വ്യക്തിപരമായ തെറ്റിൻ്റെ സ്വഭാവം ആർക്കാണ് ഉണ്ടാകുന്നത്? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അറിവോടെ സമൂഹത്തോടെ പ്രമാണം ലംഘിച്ച് ഞാനെന്ന വ്യക്തി ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. വ്യക്തിപരമായ പാവമാണത്. അത് എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തലമുറയ്ക്ക് വരികയില്ല. വ്യക്തിപരമായ തെറ്റ് സ്വഭാവമില്ല. ഉത്ഭവവിശുദ്ധിയുടെയും നീതിയുടെയും അഭാവമാണ് ഉത്ഭവ പാപം. ഇത് വളരെ നിർണായകമായ ഒരു പ്രബോധന വിശദാംശമാണ്. ഉത്ഭവവിശുദ്ധിയുടെയും ഉത്ഭവ നീതിയുടെയും അഭാവമാണ് ഉത്ഭവ പാപം. രണ്ട് കാര്യമാണ്: ഉത്ഭവ വിശുദ്ധി, ഉത്ഭവ നീതി. ഉത്ഭവ വിശുദ്ധി എന്താണ്? വ്യക്തിപരമായിട്ട് അവരെ കൊണ്ടുവന്ന പ്രസാദപരാവസ്ഥ, ദൈവിക ചൈതന്യം, ദൈവിക സാദൃശ്യം, അതിൻ്റെ കരുത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്ഭവ വിശുദ്ധി. ഉത്ഭവ നീതി എന്താണ്? അവർക്ക് ദൈവത്തോടുള്ള വലിയ നീതി നിറഞ്ഞ ബന്ധം എന്ന് വെച്ചാൽ പിന്നീട് ഈശോ വിളിച്ചില്ലേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെ ദൈവത്തെ എല്ലാറ്റും ഇവരെ സ്നേഹിച്ച് ആദരിച്ച് അറിഞ്ഞ് ഐക്യപ്പെട്ടു പോകുന്ന ബന്ധം ദൈവത്തോട്. സഹോദരങ്ങളോടോ, ആദം പറഞ്ഞ് ഹവ്വയെ കണ്ടപ്പോൾ എൻ്റെ മാംസത്തിൻ്റെ മാംസം, അസ്ഥിയുടെ അസ്ഥി. അതാണ് ആ നീതിയുടെ ബന്ധം. പിന്നെ തന്നോട് തന്നെ ആദരവ്, ബഹുമാനം. നഗ്നരായിരുന്നെങ്കിലും ലജ്ജ തോന്നിയിരുന്നില്ല എന്ന് പറയുന്നിടത്ത്. പ്രപഞ്ചത്തോടോ വലിയ സൗഹൃദം, പ്രപഞ്ചം മുഴുവൻ ഇങ്ങോട്ട് സൗഹൃദം, എല്ലാ ജീവജാലങ്ങളും ഒരു സൗഹൃദം. സൃഷ്ടപ്രപഞ്ചം മുള്ളും ജരിഞ്ഞലുകളൊന്നുമല്ല. അങ്ങനെ 4 മേഖലയിൽ ദൈവത്താൽ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന ആ ബന്ധം, ജസ്റ്റ് റിലേഷൻഷിപ്പ്, നീതിയുടെ ബന്ധം, കറക്റ്റായ ബന്ധം. ആ 4 മേഖലയിലാണ് ആദ്യ പാപം വഴി വൈകല്യമുണ്ടായത്, അപചയമുണ്ടായത്. ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ 4 പേർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ 4 മേഖലയിൽ ആദ്യ മനുഷ്യന് ഒരു ദൈവം നിശ്ചയിച്ച ആ ജസ്റ്റായ നീതിയായ അവസ്ഥയിൽ നിന്നിരുന്നത്. വ്യക്തിപരമായ വിശുദ്ധിയും ബന്ധങ്ങളുടെ മേഖല ഇങ്ങനെയായിരുന്നു. അത് രണ്ടും ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ ഇല്ലെന്നായിപ്പോയി. ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുടെ ഇല്ലായ്മയാണ് പകർന്നു കിട്ടുന്നത് മക്കളിലേക്ക് ഉത്ഭവം എന്ന പേരിൽ. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ 2010 സിറോ മലബാർ സഭയുടെ ഡോക്ടറിന് കമ്മീഷൻ നൽകിയ ആ ഒരു തലമുറകൾ നീളുന്ന ശാപം എന്നുള്ള പ്രബോധനത്തിൽ അവസാനം അതിൽ പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിപരമായ പാപം ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ പകർന്നു കിട്ടുന്ന ഒരു ദുസ്വാധീനമുണ്ട്. ഒരു ദുസ്വാധീനം. സമ്പത്ത് വിറ്റ് കളഞ്ഞ മനുഷ്യൻ്റെ മക്കൾക്ക് സമ്പത്തില്ല, ജീവിക്കാൻ വസ്തു അത്ര ഇല്ല എന്ന് പറയുന്ന പോലെ കാരണവന്മാർ ആദ്യം മാതാപിതാക്കന്മാരായിട്ട് തൂർത്തടിച്ച് കളഞ്ഞതായ ഈ പറഞ്ഞ 2 ഉത്ഭവവിശുദ്ധിയും നീതിയും ഇത് മക്കൾക്കില്ല. അതിൻ്റെ അഭാവം. ഇതാണ് ഉത്ഭവ പാപം. നമ്മൾ കൃത്യമായിട്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കുന്നത്. സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപടി വിശദീകരിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ. എന്നാലും മനുഷ്യപ്രകൃതി പൂർണ്ണമായും പങ്കിലമായിട്ടില്ല. അങ്ങനെ ഒരു അപജയം വന്നു. പക്ഷെ പൂർണ്ണമായിട്ടും അപജയപ്പെട്ടു പോയിട്ടില്ല. നമ്മൾ 10 ഏക്കർ കിട്ടിയ ആൾ വിറ്റ് തെറിച്ച് 10 സെൻറ്റ് ഉണ്ട്. വഴിയാധാരമായില്ല, ഒട്ടുമില്ലാത്ത അവസ്ഥയല്ല. 10 സെൻറ്റ് ഉണ്ട്. വീതം വെച്ചപ്പോൾ 2 സെൻറ്റ് വെച്ച് കിട്ടി. അത്ര ഉണ്ട്, 2 സെൻറ്റ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ വളർന്നു വരുന്ന പിള്ളേർക്ക് അധ്വാനിച്ച് ഞെരുങ്ങിയാണേലും അധ്വാനം സൂക്ഷിച്ച് സമ്പാദിച്ച് വീണ്ടും കുറച്ചുകൂടെ വാങ്ങിച്ചൊക്കെ അങ്ങനെ വസ്തു കൂട്ടിയെടുക്കാൻ പറ്റും. വസ്തുവിനെ പറ്റി ഞാൻ പറയുന്നത് പണ്ടത്തെ കാഴ്ചപ്പാടിൽ വസ്തുവായിരുന്നു സമ്പത്തിൻ്റെ ഒരു പ്രധാന മാനദണ്ഡം. അത് വെച്ച് പറയുന്നേ ഉള്ളൂ. അങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. തീരെ അങ്ങ് വഴിയാധാരെ പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഈ ആദി ഉത്ഭവപാപത്തിൻ്റെ അവസ്ഥയിൽ പെടുക വഴി മനുഷ്യപ്രകൃതിക്ക് മുഴുവനും സഹജമായ കഴിവുകളെല്ലാം ക്ഷതപ്പെടുത്തിയെങ്കിലും അത് പൂർണ്ണമായിട്ടും ഇല്ലെന്നായി പോയിട്ടില്ല. പക്ഷെ എല്ലാ കഴിവുകളുടെ മേഖല ക്ഷതം വന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ അജ്ഞതയ്ക്കും വേദനയ്ക്കും മരണത്തിൻ്റെ ആധിപത്യത്തിനും അധീനനായി. അങ്ങനെ മനുഷ്യൻ അജ്ഞതയ്ക്ക്, വേദനയുടെ നിരവധിയായ അനുഭവങ്ങൾക്ക്, മരണത്തിൻ്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ അധിപനായ പിശാചിൻ്റെ ആധിപത്യം എന്നർത്ഥം വരുന്നുണ്ട്. വിധേയനായും പാപത്തിലേക്കുള്ള പ്രവണത പാപാസക്തി എന്ന് വിളിക്കപ്പെടുന്നു. അവനിൽ രൂഢമൂലമായി വേര് ഇറക്കി വളരാൻ തുടങ്ങി. ആർത്ത് വളരുകയാണ്. നമുക്കറിയാം, മുറ്റത്തൊക്കെ നമുക്കൊരു പൂന്തോട്ടം പിടിപ്പിക്കണമെങ്കിൽ എന്നാ പാടാ. പക്ഷേ പള്ള വളരണമെങ്കിലോ ഒരു പാടുമില്ല. അങ്ങോട്ട് നോക്കാതിരുന്നേച്ചാൽ മതി. ഏതാനും മാസങ്ങളോ 1 വർഷമോ മുറ്റത്ത് ഒന്നും ചെയ്യാതിരുന്നാൽ കാട് പിടിച്ച് കിടക്കും. പള്ള, കാട്, മുൾച്ചെടികൾ പടർന്നു കയറാൻ എന്തെളുപ്പമാണ്. രൂഢമൂലമായിട്ട് വളർന്നു വരും. ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ, പുണ്യങ്ങൾ, വിശുദ്ധിയുടെ കാര്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായിട്ട് പോയി. പ്രവണത മുഴുവനും തിന്മകളിലേക്ക് ചാഞ്ഞ് തിന്മകളുടെ വിത്തുകളും വേരും കുറ്റിയെല്ലാം ഇങ്ങനെ അടിക്കടക്കുകയാണ്. അതിങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലവസ്ഥ വരികയാണ്. എന്നാൽ ഈശോ നേടിയ രക്ഷ ഈ ഒരു അവസ്ഥയെ മുഴുവൻ ദൂരീകരിച്ചില്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. മാമോദിസയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേദോറ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനങ്ങളും ഉത്ഭവപാപവും കർമ്മപാപവും ഉണ്ടെങ്കിൽ അതും നീക്കിക്കളയുന്ന കൂദാശയാണ് മാമോദിസ. രണ്ട് കാര്യങ്ങൾ. ഒരു വ്യക്തിയുടെ കർമ്മം വഴി ഉണ്ടായ പാപങ്ങളെ മുഴുവൻ നീക്കുന്നു. ഉത്ഭവപാപത്തിൻ്റെ സ്വാധീനം നീക്കിക്കളയുന്ന കൂദാശയാണ് മാമോദിസ. ഈശോ നേടിയ രക്ഷ. കണ്ടോ? അപ്പോൾ ഇത് ചിന്തിക്കും പെട്ടെന്ന് നമുക്ക് തോന്നുന്നു, അപ്പം സംഗതി ഉത്ഭവം ഉണ്ടെന്ന് പറയുന്ന പഠിപ്പിക്കും. പക്ഷെ അതിനെ മുഴുവൻ മാമോദിസ വഴി തീർന്നില്ലേ? ഈശോ അതിന് പരിഹാരം ചെയ്തില്ലേ? പരിഹാര ബലിയിൽ സാത്താനെ പെടുത്താൻ ദൂരീകരിച്ചല്ലോ. അപ്പം പിന്നെ എന്തിനാ ഇനി പേടിക്കുന്നത്? ഇതേപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ സഭയുടെ പ്രബോധനം തുടരുകയാണ്. സഭ ഇത് പറയുകയാണ്, എന്നാൽ മാമോദിസ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൻ്റെ ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ഉത്ഭവ പാപം നീക്കിക്കളയുകയും അവനെ തിരികെ ദൈവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. പക്ഷെ അതുകൊണ്ട് സഭ നിർത്തുന്നില്ല. എങ്കിലും ദുർബലമാക്കപ്പെട്ടതും തിന്മേരിക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതിക്കേറ്റ ക്ഷതത്തിൻ്റെ അനന്തര ഫലങ്ങൾ മനുഷ്യനെ നിലനിൽക്കുകയും ആധ്യാത്മിക സമരത്തിനായി അവനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാമോദിസ വഴി അത് ദൂരീകരിക്കപ്പെട്ടു. കടന്നു കയറിയ ഉത്ഭവഭാവത്തിൻ്റെ ദുസ്വാധീനങ്ങൾ നീക്കപ്പെട്ടു. പക്ഷേ ആ ദുസ്വാധീനം കടന്നു കയറിയപ്പോൾ പ്രകൃതം അധപ്പതിച്ച അവസ്ഥ പിന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു അപചയത്തിൻ്റെ സാധ്യത കടക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോവിഡ് പിടിച്ചു ഒരു വ്യക്തിക്ക്. കോവിഡ് പിടിച്ചിട്ട് ചികിത്സ എടുത്ത് ആശുപത്രിയിൽ കോവിഡ് നല്ല വഷളായെന്ന് വിചാരിക്കുക. വഷളായി കഴിഞ്ഞിട്ട് നല്ല ചികിത്സ എടുത്തു, ന്യൂമോണിയ ആയി, എന്നാൽ ചികിത്സ എടുത്തു, വിജയിച്ചു. ഒരു ദിവസം ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ് കോവിഡ് നെഗറ്റീവായി. രോഗാണുക്കൾ മുഴുവൻ പോയി. കോവിഡ് വൈറസ് മുഴുവനും ഓഫായി തീർന്നു. ഇനി പോകാം. അങ്ങനെ കോവിഡ് നെഗറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾ കോവിഡിൻ്റെ വൈറസ് ശരീരത്തിലില്ല, പൂർണ്ണമായിട്ട് ദൂരീകരിക്കപ്പെട്ടു മരുന്ന് വഴിയായിട്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആ കോവിഡ് പിടിക്കുക വഴി വന്നുപോയ ആരോഗ്യത്തിൻ്റെ അപചയം തീർന്നോ? ഇല്ലെന്ന് നമുക്കറിയാം. വീട്ടിലേക്ക് വന്നിട്ട് നേരെ തൂമ്പായും എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങി കളിക്കാനും പണിയാനും വേണ്ടി പോയാൽ ശരിയാവുകയില്ല. കോവിഡ് നെഗറ്റീവായി വൈറസ്. പക്ഷേ ആ കോവിഡ് കയറി പെരുമാറിയപ്പോൾ അതുവഴി വന്ന ശ്വാസകോശത്തിന്, ശരീരകോശങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്കും വന്നുപോയ അപചയം, ക്ഷീണം, ബലക്കുറവ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോവിഡ് കഴിഞ്ഞവരോട് അന്ന് പറയുമായിരുന്നു, ഒരു 3 മാസമെങ്കിലും നല്ല വിശ്രമം എടുക്കണം, നല്ലപോലെ ഭക്ഷണം ശ്രദ്ധിക്കുക, സ്ട്രെയിൻ എടുക്കാൻ പോകരുത്, അങ്ങനെ വിശ്രമിച്ച് കയറ്റിയെടുക്കണം. 3 മാസം കൊണ്ട് സാമാന്യം കയറി വന്നു അനേകർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അനേകർ പങ്കുവെക്കുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇന്നും ഡോക്ടർമാരൊക്കെ പറയും, അല്ല നമ്മൾ തന്നെ അനുഭവിക്കുന്നുണ്ട്, പണ്ടൊക്കെ കോവിഡിന് മുമ്പൊക്കെ ഒരു പനിയും ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു മരുന്നെടുത്ത് കഴിഞ്ഞാൽ അങ്ങ് മാറും. ചികിത്സയുണ്ട്, ചികിത്സയ്ക്ക് ഫലസ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്നെടുത്താലും അങ്ങ് മാറുന്നില്ല, ചുമ അങ്ങ് വിടുന്നില്ല, തൊണ്ടയുടെ പിടുത്തങ്ങ് പോകുന്നില്ല, പിന്നെ കുഴഞ്ഞ് കിടക്കുക, എന്തൊക്കെയോ കുഴച്ചിൽ വന്നുപോയി. സിസ്റ്റം, ശരീരം മൊത്തത്തിൽ അപചയത്തിലേക്ക് പെട്ടുപോയെന്ന സൂചന. എന്ന് പറഞ്ഞതുപോലെ മാമോദിസ സ്വീകരിക്കുമ്പോൾ മാമോദിസയിലൂടെ ഈ സാത്താൻ്റെ തിന്മയുടെ അണുബാധ, കോവിഡ് വൈറസ് നെഗറ്റീവ് ആയതുപോലെ ഈ ഉത്ഭവത്തിൻ്റെ അണുബാധ നെഗറ്റീവായി. ഉത്ഭവത്തിൻ്റെ സ്വാധീനവും കർമ്മപാഠം അതും മാറിപ്പോയി. പക്ഷേ അതപ്പതിച്ച പ്രകൃതം പിന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്താണ്, നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ എത്രയും വേഗം ഇനിയും COVID-19 വൈറസിൻ്റെ വകഭേദങ്ങളോ വേറെ അസുഖങ്ങൾ കയറി പിടിക്കാം. ചികിത്സ പെട്ടെന്ന് യേശുന്ന് വരികയല്ല. ഇതാണ് നമുക്ക് ഈ ആത്മപോരാട്ടത്തിൻ്റെ മേഖല. നമുക്ക് വരും ശേഷം അതേപറ്റി ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹോദര സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.